പിടിവിട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും താഴെ പോകും. ഹലോ ആളടിയില്ലേ? ഹലോ ഇയാളെപ്പോഴാ എന്റെ അടി കയറിയത്? ഹലോ ആരാ? എന്താണ് നീ വിളിച്ചത്? അയ്യോ സാറായിരുന്നോ? ക്ഷമിക്കണം, ഞാൻ എന്റെ അടി കിടന്ന ആളോട് പറഞ്ഞതാ. അടി കിടന്നാളോ? എന്താണ് അവിടെ ഒരു ബഹളം? അത് ഞാൻ ഏണിയുടെ മുകളിൽ നിന്ന് താഴേക്ക് വന്നാ, പകരം ഞാൻ ഒരാളെ മുകളിലേക്ക് വിട്ടിട്ടുണ്ട്. നീ ഉടനെ എന്നെ ഒന്നൊന്ന് കാണണം. ഇന്ന് ഉത്സവമല്ലേ? എന്റെ അമ്മായിയമ്മയുടെ ഒരു ഉത്സവം. ഉത്സവം വൈകുന്നേരമല്ലടാ കഴുതേ. ഞാനും വരുന്നുണ്ട് ഉത്സവത്തിന്. മുത്തച്ഛിയോട് പറഞ്ഞേക്ക്. പിന്നെ നീ ഇപ്പൊ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ അവറാച്ചന്റെ വീട് വരെ ഒന്ന് പോകണം. എന്താ സാർ, കോള് വല്ലതും ഉണ്ടോ? ഒരു വലിയ കാസറ്റ് ബിസിനസ്സാ. അതൊക്കെ വരുമ്പോ പറയാം. അപ്പൊ സാറ് പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ സാർ, നീ പെട്ടെന്ന് റെഡി ആവും. നമുക്ക് സ്ഥലം വരെ പോകണം. എങ്ങോട്ടാ? അയ്യേ, അങ്ങോട്ടൊന്നും ഇനി പോകാൻ പറ്റില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? ഈ +2 ആ ഇത്രയും പേര് ദോഷം ഉണ്ടാക്കി. ഒരുമാതിരി മറ്റോടത്തെ വർത്താനം പറയരുത്. ഈ +2 കാരണം പാർട്ടിക്ക് എത്ര ലക്ഷത്തിന്റെ പ്ലസ് ഉണ്ടായി, CS എത്ര പ്ലസ് ഉണ്ടായി, എനിക്ക് എത്ര പ്ലസ് ഉണ്ടായി, പാർട്ടി പ്രവർത്തകർക്ക് എത്ര പ്ലസ് ഉണ്ടായി. ഇനിയിപ്പോ +3 കൂടി തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഈ 3 വർഷത്തെ ഡിഗ്രി കൂടി സ്കൂളിലാക്കണം. അതാണ് +3. അതോടുകൂടി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചടക്കി തിരുത്തി കുറിക്കണം. അതെ, പള്ളിക്കുടുത്തി പോകാത്തന്റെ വാശിയാ മിനിസ്റ്റർക്ക്. നമസ്കാരം. 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 ഞങ്ങൾ മിനിസ്റ്റർ ഒന്ന് കാണാമെന്ന്. അകത്തുണ്ടോ? ഏത് മിനിസ്റ്ററെ? എന്താ കാര്യം? ഒരു കാസറ്റിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ മതി. ഓ, നമ്മുടെ കാസറ്റ് പാർട്ടി. വാ, മന്ത്രി നിങ്ങളെ കാത്തിരിക്കല്ലേ? കൊള്ളാം. നമ്മുടെ കാസറ്റുകാരാണ് സാർ. വരണം, ഇരിക്കണം. ഞാൻ നിങ്ങൾ വരുന്നു പറഞ്ഞ് കാത്തിരിക്കായിരുന്നു. അവറാച്ച സാറിന്റെ കാസറ്റിന്റെ പ്രശ്നം ഇവരെ കറഞ്ഞാ തോന്നണേ. എന്താ? അല്ല സാറ്, ഞാൻ ഗുണശേഖരൻ. വിളിക്കാൻ എളുപ്പത്തിന് ഞാൻ ഗുണശേഖരൻ സാറിന് വിളിച്ചോട്ടെ. അല്ല, ഈ അവറാച്ച സാറ്? അവറാച്ചനല്ല, ഈ കാര്യത്തിൽ ഞാനാ സാറ്. വീഡിയോ പിടിക്കണ്ടെന്ന് അവറാച്ചൻ പറഞ്ഞ പിടിച്ച് അടങ്ങുന്നു ഞാനും. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയണ്ടേ? അല്ല, എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ കാണിക്കുന്നത് മോശമല്ലേ? ധൈര്യമായി പിടിച്ചോളൂ. എന്റെ കൂടെ കുറെ പേര് വേണം. ഗുണശേഖരന്റെ ശക്തി എന്താന്ന് ജനങ്ങൾ അറിയണം. പരശുരാമൻ മഴവും നീട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ ഞങ്ങളുടെ ചിഹ്നമായ കോടാലിയെ പിടിച്ച് സാറ് നിൽക്കണം. അയ്യോ, രാമനാഥൻ സാർ ഇവരുടെയൊക്കെ ബ്ലൂ ഫിലിം എടുത്തിട്ട് ഒരു വൻ വ്യവസായമാക്കാൻ പോകുന്നു തോന്നുന്നു. ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ അതിന്റെ ഗൈനോളിഫിക്കേഷനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ഇതൊക്കെ സാറിന്റെ ഭാര്യ മക്കളും കണ്ടാൽ മോശം. കാണണം. ഇത്രയും കഴിവ് എനിക്കുണ്ടെന്ന് അവര് മനസ്സിലാക്കണം. ഇത് അവർക്കൊരു അഭിമാനല്ലോ. നല്ല ഫാമിലി. എന്റെ മോളൊരു വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. മോളോ? അല്ല, സാറിന്റെ മോളും ഇമാതിരി കാസറ്റിൽ അഭിനയിച്ചിട്ടുണ്ടോ? സ്വന്തം മോളായതുകൊണ്ട് പറയല്ല, ഈ രംഗത്ത് അവള് അടിച്ചു പൊളിക്കും. സംഗതി കുഴഞ്ഞു കൊച്ചൂട്ടാ. ഇവര് കുടുംബത്തോടെ ബ്ലൂ ഫിലിം ആർട്ടിസ്റ്റുകളെന്നാ തോന്നണേ. സമയമില്ല, പറയൂ, എന്ന് തുടങ്ങാൻ പറ്റും? അപ്പൊ ഈ മൂന്നാറിലെ എസ്റ്റേറ്റ്? മൂന്നാറിലൊന്നും വേണ്ട, ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് മതി. അതല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ കാസറ്റിന്റെ. അത് മൂന്നാറിലെ. മൂന്നാറും വേണ്ട, പെരിയാറും വേണ്ട, ഷൂട്ടിംഗ് ഇവിടെ പിടിച്ചാ മതി. മൂന്നാല് എസ്റ്റേറ്റ് വാങ്ങാമെന്ന പാർട്ടിയാണോ? പേരിട്ടോ മണ്ടാൻ കേട്ടോ. എവിടെ പോയി കിടക്കായിരുന്നടാ പന്ന? ബാക്കി പറയണ്ട, ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. പഴയതുപോലെ അല്ല സാറേ, ഇപ്പൊ ഇത് വാങ്ങണമെങ്കിലേ പരേഡിന് നിൽക്കുന്ന പോലെ ക്യൂ നിക്കണം. എന്റെ അമ്മയുടെ ഒക്കെ ഒരു ഒടുക്കത്തെ ക്യൂ. പൊട്ടിക്ക്. അയ്യോ, ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിട്ട് ഇത് പൊട്ടിക്കാനാ? എടാ, പൊട്ടിക്കാൻ പറഞ്ഞ അതല്ല, തുറന്നിറങ്ങി ഒഴിക്കാൻ. ഞാൻ വിചാരിച്ചു. എന്താടാ നിനക്കൊരാട്ടം? നീ അടിച്ചിട്ടുണ്ടോ? ഞാൻ ആരെ അടിച്ചിട്ടില്ല. ഇപ്പൊ സാധാ സമയം ഭൂമുലുക്കോ അല്ലേ, എപ്പോഴാ കുലുങ്ങണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടൊരു കരുതലായിട്ട് അടി പഠിക്കുക. നീ ഒഴിക്കുന്നില്ലേ? ഒഴിച്ചോറിനെ അടിയടേ. വേണ്ട, കമ്മീഷണർ സാറിന്റെ മുമ്പിൽ വെറും ഒരു കോൺസ്റ്റബിൾ ആയി പത്രോസ് ഒഴിച്ചടിക്കേ. എന്നാ പറഞ്ഞ് തല തേക്കത്തില്ല സാറ്. കമ്മീഷണറും കോൺസ്റ്റബിളും അതാണ് ഭരണഗണന. തെറ്റിയതാ. ഭരണഘടന. പത്രോസ്, നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യാൻ. വെള്ളം അടിക്കാത്ത ഞാൻ വെള്ളം അടിച്ചോളാം, അല്ല കൊല്ലല്ലേ. നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കാടാ. പോലീസിന്റെ പണിയും വേണം, താടി ഒട്ട് പഠിക്കാനും വേണം. ഒന്ന് ഇന്റെ താടി അല്ലെങ്കിൽ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബ്ലേഡ് അലർജി ആണെന്ന്. അതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് സാറേ. ഞാനിത് പഠിച്ചാൽ എന്റെ മുഖം ബ്ലീച്ചിങ് ഇല്ലാത്ത ഓംലെറ്റ് പോലെ.
ആരാടാ ഈ രാത്രി? കണ്ടിട്ടൊരു കാറാണെന്ന് തോന്നുന്നു. ഒരു കുട്ടിയോടുപ്പിട്ടുണ്ടാ വരുന്നത്. ആര് കാറോ? കാറല്ല, കാറിന്ന് വരുന്ന പെണ്ണ്. എങ്കിലത് അവളായിരിക്കും. അവളോ? അതേടാ, ആ അമേരിക്കൻ ഡേറ്റിന്റെ മീരയില്ലേ, ആ. തുണി മേടിക്കാൻ കാശില്ലാത്ത പൊന്നും. അവളെ പഠിക്കാത്ത കേട്ടത്. ആ. അടി ചെറുക്കണ അവളെ. അപ്പൊ ഞാൻ പറഞ്ഞേക്കാൻ. ഓ. മുഖ്യമന്ത്രിയുടെ മോളെ അടിച്ചിറക്കാൻ മാത്രം താൻ വളർന്നോ? എന്നാ അടിക്കടോ. എന്നാടാ അടിക്കാത്ത? അടിക്കണ അവളെ. എന്റെ പൊന്ന് സാറ്, മുഖ്യമന്ത്രിയുടെ മോളെ ഞാൻ അടിച്ച എന്റെ വീട്ടുകാർക്ക് എന്റെ ഫോട്ടോ സ്റ്റാറ്റ് പോലും കിട്ടൂല. എന്തിനാ കൊച്ച ഈ വേഷവും കിട്ടി ഈ നേരത്തെ ഇങ്ങനെ? ഈ നേരത്ത് വന്നാലല്ലേ അങ്ങേ ഒന്ന് ദർശനം കിട്ടൂ. ദർശനം തരാൻ ഞാൻ ആരാ? ദൈവം? അതോ നിന്റെ തന്തയെ പോലെ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ? രണ്ടും അല്ല. രാക്ഷസൻ എന്നാ എല്ലാവരും പറയുന്നത്. പക്ഷെ എനിക്കറിയാം ഈ കൊമ്പമീശ വെറും ജാടയാണെന്ന്. ഈ രാക്ഷസൻ വെറും പൂച്ചക്കുട്ടിയാണെന്ന്. എന്താ വെച്ചിരിക്കുന്നത്? അർജുന ചെപ്പക്കുട്ടി എന്നിരിക്കും. മതി, ബാക്കി ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. ഗുഡ് നൈറ്റ്. ഗതാഗത വകുപ്പ് മന്ത്രി തഥാഗത, ക്ഷമിക്കണം. ഗുഡ് നൈറ്റ്. പിടിച്ചിറക്കൊണ്ട് വാടാ നായിന്റെ മനം. കമ്മീഷണറുടെ വണ്ടിയുടെ മുമ്പിൽ കിടന്ന കഴിവരെ കിളിമാസ് കളിക്കുന്നത്. ഇങ്ങനെ ഇറങ്ങി വേണം നായിന്റെ മോനെ. മോനല്ല, മോള. എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് നിങ്ങളെ തന്നെയാ. എന്ത് തരൂ? മുഖ്യമന്ത്രിയുടെ മോളാണെന്ന് വിചാരിച്ച് എന്ത് തോന്നിയ ദിവസം പറയാന്ന് വിചാരിക്കണ്ട. ആരാ എന്താണെന്നൊന്നും ഞാൻ നോക്കൂല. തൂക്കിയെടുത്ത് അകത്തിടും. കുളിച്ച് കുറിയും തൊട്ട് ഉത്സവം ഘോഷിക്കാൻ പോവല്ലേ? അത് നിനക്ക് എങ്ങനെ അറിയാം? കൊള്ളാം. ഇന്റലിജൻസും വിജിലൻസും ഒക്കെ കയ്യിലുള്ള മുഖ്യമന്ത്രിയുടെ മോളല്ലേ കമ്മീഷണറെ ഞാൻ. ഞാൻ അറിയാതെ ഒരു ഈച്ച പോലും ഈ സംസ്ഥാനത്ത് ചുമ്മാ പറക്കില്ല. എന്താ സംശയമുണ്ടോ? പിന്നെ ഞാൻ അങ്ങോട്ടാ ഉത്സവത്തിന്. എല്ലാവരും ഒരിടത്തേക്കാവുമ്പോ എന്തിനാ രണ്ട് വണ്ടി? നമുക്ക് ഒരുമിച്ച് അങ്ങ് പോയാ പോരെ? ഒരുമിച്ച് പോകാൻ നിന്റെ തന്തയെ കൂട്ടിയാ മതി. അത് കൊള്ളാം. അപ്പൊ വണ്ടിയിൽ നമുക്ക് ഒരുപാട് തമാശയായിട്ട് പൊട്ടിച്ചിരിച്ച് അങ്ങനെ. പ്ലീസ് കമ്മീഷണർ വണ്ടിയിൽ എന്നെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഞാൻ പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിയിരുന്നോളാം. അങ്ങനെ നിന്റെ ഡ്രൈവറായിട്ടിരിക്കാൻ എനിക്ക് സൗകര്യമില്ല. പട്ടാപ്പകല് കുറ്റിയും പറിച്ചിറങ്ങിയിരിക്കുക ശൃംഗരിക്കാൻ. പാവം കുട്ടിയല്ലേ സാറേ. വണ്ടിയിലാണെങ്കിൽ ഒത്തിരി സ്ഥലം ഉണ്ടല്ലോ. ഞാൻ വേണം പ്രൈവറ്റ് ഒന്നിന് വന്നോളാം. എന്നാ നീ കൂട്ടിക്കൊണ്ട് ബാക്കി ഊച്ചെടുത്തോളാം. പത്രോസേ, ഞാൻ കണ്ടില്ല. നമ്മുടെ മോളും മരുമോനും വന്നിരിക്കുന്നു. കൊന്തയിട്ട് കുരിശും പറപ്പിച്ച് വലതുകാലം ഒപ്പിച്ച് അകത്തോട്ടുണ്ടായി പാലും പഴം കൊടുക്കണി മേരിമേ. ചേരിയിലെ ചെമ്മാന്റെയും ചെരുപ്പൂത്തിയുടെയും കൂടെ കൂത്താടി നടന്നിട്ട് വന്നിരിക്കാൻ നിന്റെ മോള്. പള്ളിമേടെ ചെന്ന് കുറച്ച് ആനാം വെള്ളം മേടിച്ച് തളിച്ചിട്ട് ആറ്റുവാക്കണ തറവാട്ടി കയറ്റിയാൽ മതി. എരണം കെട്ടോളാം. മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ മാന്യമായിട്ട് പെരുമാറുമെന്ന് രാമനാഥ് സാർ പറഞ്ഞോണ്ടാ ഞാൻ ഡേയ്സിയെ കൊണ്ടുവന്നത്. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നതാണ്. മോനെ മിണ്ടിപ്പോയത് ശാവമേ. ഇതാണോ ഡെയ്സി മോളെ കെട്ടാൻ പോണ പയ്യൻ? മിടുക്കനാണല്ലോ. സൽമാൻ ഖാന്റെ ലുക്കുണ്ട്, പക്ഷെ പൊക്കും പോരാ. പ്രസംഗിക്കാതെ അകത്ത് വെക്കണം. ഇറങ്ങി കയറുന്നുണ്ടെനിക്ക്. ഇറങ്ങി പോരാ വഴി. വരട്ടല്ലേ, പോവാൻ തന്നെ വന്നത്. ഇവിടെ കയറി പൊറുക്കാനല്ല. പക്ഷെ ഇനി ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഡേയ്സിയെ കൊണ്ടേ പോവും. തൊട്ടുപോരുത്. ചേരിത്തെരുവിലെ പാവപ്പെട്ട പിള്ളേരെ കയ്യൂക്ക് തനിക്ക് അറിയില്ല. കൊട്ടാരക്കെട്ടിരുന്ന് ശീമപ്പന്നയുടെ നെയ് സേവിച്ചുണ്ടാക്കിയ തന്റെ പൊണ്ണത്തടിണ്ടല്ല കുത്തി ചോർത്ത് ഞാൻ. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവൻ അപ്പൂ. ജയിലിൽ പോകാൻ എനിക്ക് മടിയില്ല. ഇവരൊക്കെ എവിടെ പോയി കിടക്കണം? കൊല്ലടാ കൊല്ല്. പക്ഷെ എന്നെ കൊന്നിട്ട് മുതലാളിയും ഗുണ്ടകൾ എങ്ങോട്ട് പോകുന്നു എനിക്കറിയണം. നിന്റെയൊക്കെ കുടലെടുക്കാൻ പറ്റിയ ആണുങ്ങൾ ഇനിയുണ്ടോ ഞങ്ങളുടെ കൂട്ടത്തില്? എന്നതാടാ ഇത്? മോനെ ഉമാർ ഉപദ്രവിച്ചോ? പറഞ്ഞു പറ്റിച്ച് പെണ്ണിനെ കൈക്കലാക്കിയിട്ട് തിണ്ണമെടുക്ക കളിക്കുന്നതാണ് ആറ്റുവാക്കാരുടെ പാരമ്പര്യം. ഇവന് ഭ്രാന്താണ് മക്കളെ. പിന്നെ മോൻ ഒന്നും ഓർക്കണം, ഇവനൊരു അപ്പനല്ലേ. പിന്നെ തോമാശ്ലീഹ നേരിട്ട് വന്ന് മാമോസ വെള്ളം ഒഴിച്ച് നസ്രാണിപ്പട്ട തന്നവരാ ഞങ്ങള്. അപ്പൊ അവിടുത്തെ ഒരു മാലഹ കുഞ്ഞ് കൈവിട്ട് പോകുമ്പോൾ ഏതപ്പനാ മക്കളെ ദണ്ണം വരാത്തത്? അപ്പൊ ഞങ്ങളുടെ കല്യാണം നടത്തി തരാന്ന് രാമനാഥ് സാറിന് വാക്ക് കൊടുത്തിട്ട് ഇയാളിപ്പോ എന്തിനെങ്ങനെ വൃത്തിയോട് പറയുന്നത്? മോൻ ക്ഷമിച്ചുകള. രാമനാഥനോടെന്നല്ല, യവനോട് ആറ്റുവാക്കാര് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തല പോയാലും അത് പാലിച്ചിരിക്കും. ഞങ്ങൾ നേരും നെറുവുള്ളവരാ. മക്കളിപ്പോ ഡേയ്സിലെ വല്യപ്പച്ചനല്ലേ ഈ പറയുന്നേ.